ഇതാണ് നമ്മളെ ഇൻക്യുബേറ്ററിൽ നമ്മളിന്ന് മുട്ട വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം അതിലൊരു പാത്രം വെക്കണം. പാത്രം വെച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ ഫാനിൻ്റെയും ബൾബിൻ്റെയും ഇടയിലായിട്ട് വെക്കണത് പാത്രം. പിന്നെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ഇപ്പോൾ അതിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അട വെക്കാൻ പോണ മുട്ടയാണിത്. ഇത് മൊത്തം 70 എഗ്ഗിൻ്റെ കപ്പാസിറ്റിയുള്ള ഇൻക്യുബേറ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ 65 മുട്ട വെക്കുന്നുണ്ട്. അതിൽ മുട്ടമ്മ 2 വശത്തായിട്ട്, ഒരു വശത്ത് 1, 2. പിന്നെ ഡേറ്റ് എഴുതേണ്ടവർക്ക് ഡേറ്റ് എഴുതാം. ഞാനിപ്പോൾ ഇത് 11/12/2024 വെക്കുന്നുണ്ട്. അതേമാതിരി ഇൻക്യുബേറ്ററിൽ ഇത് അതേമാതിരി ഒരു വല വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. ഇത് മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. അത് 2 നേരം നമ്മൾ ഇത് 1, 2 എന്ന് നമ്പർ എഴുതിയിരിക്കുന്നത് 2 നേരം രാവിലെയും വൈകിട്ടും തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, അതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഫുള്ളായിരിക്കണം. ഫാനിൻ്റെയും ബൾബിൻ്റെയും അടിയിലായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ മുട്ട വെക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് 1 എന്ന് എഴുതിയ നമ്പർ മേലക്കാക്കിയിട്ട് വെക്കുക. ഒരു തലപ്പന്ന് ഇങ്ങനെ വെച്ച് വരാം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം, എന്നാലേ അത് ചൂടെല്ലായിടത്തും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ മുട്ട വെച്ചിട്ടുള്ളത്. ഇത്ര ഗ്യാപ്പിട്ട് മുട്ട വെച്ചിട്ട് വെള്ളം, അത് ഈ പാത്രത്തിൽ വെള്ളം അളവിൽ കമ്മിയാകുന്നതിനനുസരിച്ചിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡെയിലി. അധികം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ, അധികം വെള്ളം വെച്ച് കഴിഞ്ഞാലും ഹ്യൂമിഡിറ്റി കൂടിപ്പോയി കഴിഞ്ഞാലും ഭയങ്കര വിഷയമാണ്. മുട്ട പൊട്ടിയിട്ട് കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ഒരേമാതിരി വെച്ച് ഡെയിലി മറിച്ച് വെക്കണം. അതേമാതിരി ഒരു ദിവസം കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോക്സ് തുറക്കാതിരുന്നാൽ മതി. ബോക്സ് തുറന്നാലേ വിഷയമുള്ളൂ, വിരിയായിരിക്കുള്ളൂ. എനിക്കൊക്കെ 2-3 ദിവസമൊക്കെ 2 ദിവസം കറണ്ട് ഇല്ലാതിരുന്നിട്ട് എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എങ്ങനെയെന്നുള്ളത് അറിയില്ല. മുട്ട വെച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളത് ഡെയിലി 2 നേരം, രാവിലെ വൈകിട്ട് 2 നേരം തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. മാനുവൽ ആവുകൊണ്ടാണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതേമാതിരി പ്രത്യേകം നമ്മളതിൽ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം. ഈ പാത്രത്തിലെ വെള്ളം കുറയാൻ പാടില്ല. കുറഞ്ഞ് അതിൽ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അത് കറക്റ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കിടന്നുണ്ടോ ഓഫാണുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച എഗ്ഗ്. അപ്പോൾ ഞാൻ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 11/12 ഞാൻ എഗ്ഗ് വെച്ചിട്ടുള്ളത്. ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 18 ദിവസം വരെയൊക്കെ, ഏകദേശം 18 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങൾ കൊത്തി ഇതായിട്ടുണ്ടാവും. അപ്പോൾ 18 ദിവസം 2 നേരം നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളത്. സേഫ്റ്റി ആയിട്ട് അടച്ചു വെക്കുക, അത്ര.